सबको मेरा नमस्कार। हम देखेंगे പിഗഡിൽ ബച്ചേ नामक एक सुंदर कहानी। അപ്പോൾ നമ്മൾ പറഞ്ഞു പിഗഡിൽ ബച്ചേ എന്ന് പറയുന്ന കഹാനിയിൽ മെയിനായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നും അവരിപ്പോൾ ഒരു ട്രെയിൻ യാത്രയിലാണ് നമ്മുടെ ലേഖിക ഒരു 3 കുട്ടികളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അവർ ഗോവ നിവാസികളാണെന്നും അവരെന്താണ് ഒരാൾ അവരുടെ ഒരു അനിയനെ പോലെ തോന്നുന്നുണ്ടെന്നും ഒക്കെ ഇങ്ങനെ ലേഖിക നമ്മുടെ ഭാരതീയ ചാപ്പ് അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് അവരെക്കുറിച്ച് അറിയാനുള്ളൊരു വ്യഗ്രതയിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ കയറുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന വാക്മാൻ, അതുപോലെ തന്നെ ഗിത്താറ്, കഴിക്കാൻ വേണ്ട സാധനങ്ങൾ, കോളകൾ, അതൊക്കെ അലക്ഷ്യമായിട്ട് അവിടെ സീറ്റിലിട്ടിരിക്കുന്നതും ഒക്കെ വളരെ ഒരു പുച്ഛത്തോടു കൂടി അല്ലെങ്കിൽ ദേഷ്യത്തോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലേഖിക. അതുവരെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് നമുക്ക് നോക്കാം. लड़की सांवली होने के बावजूद आकर्षक थी, धर्मायनी कद की, पतली और प्यारी सी। हाँ, बाल पे ढंगे से थे, घुंघराले काले बालों में कथई और सुनहरे रंग की कई लठे रंग रखी थी। ऐसा लग रहा था कि सफ़ेद बालों को घर पर मेहंदी लगा कर छुपाने की कोशिश हो। मुझे अपने कॉलेज की मिसेस बत्रा याद आ गई। वो अपने घिचड़ी बालों में मेहंदी लगाकर ऐसी ही लगा करती थी, पर ये फैशन है आजकल का, बेढंग फैशन। मेरे अंदर की प्रौढ़ होती महिला കിച്കിച്ചായി. അപ്പോൾ ഇവർ പെൺകുട്ടീനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അവൾ നല്ല വെളുത്ത സുന്ദരി കുട്ടിയാണ്. പിന്നെ പോരാത്തത് അവളുടെ മുടി നല്ല ഭയങ്കര ചീവി ഒതുക്കിയ മുടിയൊന്നുമല്ല, ഭേഡങ്ക്, നല്ല വൃത്തിക്കൊന്നും ഭേഡങ്ക് എന്ന് വെച്ചാൽ നല്ല രീതിയിലായിരുന്നില്ല. പക്ഷേ ആ മുടിയിൽ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്വർണ്ണ നിറം കൊണ്ടൊക്കെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലേഖിക ആലോചിക്കുകയാണ്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മുടി നരയ്ക്കുന്നത് മറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ വയസ്സാവുമ്പോഴാണല്ലോ മുടി നരയ്ക്കുക. അപ്പോൾ ആ നര മാറ്റാൻ വേണ്ടിയിട്ട് ആൾക്കാർ വീട്ടിൽ നിന്ന് മെഹന്തിയൊക്കെ മുടിയിലിടുമായിരുന്നു. അങ്ങനെ മെഹന്തി ഇട്ടിട്ട് ആ മുടി ഒരു സ്വർണ്ണ നിറമാകും, ഒരു സുൻഹര രംഗാവും. അങ്ങനെ ഈ ലേഖികേൻ്റെ കോളേജിൽ ഒരു ഭദ്ര എന്ന് പറയുന്ന ഒരു മിസ്സ് വരികയായിരുന്നു. അപ്പോൾ അവരെയാണ് ഇവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ കുട്ടീൻ്റെ മുടി കണ്ടപ്പോൾ. പക്ഷേ ഇന്ന് അത് ഒരു ഫാഷനായി. പണ്ട് കാലത്ത് നര മറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഇതായിരുന്നു മെഹന്തി ഇടുക എന്നുള്ളത്. പക്ഷേ ഇന്ന് കാലത്ത് അതൊരു ഫാഷനായി എന്ന് ഇവരുടെ ഉള്ളിലുള്ള ഒരു പ്രൗഢ മഹിള എന്ന് പറയുന്നത് ആ ഒരു ഭാവം ഉണർന്നു. ശരി, എന്താ പറയുക, അതൊക്കെ ഒരു ഭയങ്കര മോശം കൾച്ചറല്ലേ. പണ്ടൊക്കെ അത് ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തതിന് ഇന്ന് ഫാഷനാക്കി എടുക്കുന്നു എന്നുള്ളൊരു പുച്ഛഭാവത്തോടു കൂടിയുള്ള ഒരു വികാരം അവരുടെ മനസ്സിൽ വന്നു. लड़की में से छोटा लड़का चेहरे मोहरे से उसका भाई लग रहा था. हाँ भाई, उसकी नाक और होंठों की बनावट बिल्कुल लड़की जैसी ही थी. वह लड़का ज़रा लुनाई लिए हुए सांवली थी और बिल्कुल काला. അപ്പം ഈ പെൺകുട്ടീനെ ലേഖിക നോക്കി. അതുപോലെ തന്നെ വേറെ 2 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഒരു ആൺകുട്ടി കുറച്ച് വലുതും പിന്നെ ഒന്ന് ചെറുതുമാണ്. അപ്പോൾ ഈ ചെറിയ ആൺകുട്ടി ശരിക്കും ഈ പെൺകുട്ടീൻ്റെ ബ്രദറാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ പെൺകുട്ടി കുറച്ച് വെളുത്തിട്ടാണ്, ഈ ആൺകുട്ടി കുറച്ച് കറുത്തിട്ടാണെന്നേ ഉള്ളൂ. പക്ഷെ കണ്ണും മൂക്കും ഒക്കെ ഒരുപോലെ ഉണ്ട് എന്നാണ് പറയുന്നത്. वही जिसने खानों में वाकमान के ईयरफ्लॉग लग रहे थे और पैर हिलाते हुए गुनगुनाता जा रहा था. कभी कभी वह आसपास के वातावरण से बेखबर ज़रा ऊंची आवाज़ में गाने लगता था. तब लड़की उसे कोहनी मार देती थी. അപ്പോൾ ഈ ചെറിയ ആൺകുട്ടി ചെവിയിൽ നിന്ന് വാക്മാൻ എടുത്തിട്ട് തന്നെ ഇല്ല, എപ്പോഴും അത് കുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒച്ചത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ഭയങ്കര ആസ്വദിച്ചിട്ട് മതിമറന്ന് ഈ ആൺകുട്ടിയും പാട്ട് പാടുമായിരുന്നു. അപ്പോൾ ഈ ഒച്ചത്തിൽ പാട്ട് പാടുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി അവനെ നല്ലോണം അടിക്കുന്നുമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. बड़े लड़के के हाथ गिटार के तारों पर हल्के हल्के सहला रहे थे और कोई अंग्रेज़ी गीत गुनगुना रहा था और मीठी
नज़रों से लड़की को देख रहा था. लड़की ने मुस्कुराकर नज़र खिड़की के बाहर दौड़ा दी. അപ്പം എന്താണ് ഈ വലിയ ആൺകുട്ടിയാണെങ്കിൽ ഗിറ്റാറിൽ അവൻ്റെ വിരലുകൾ ഓടിച്ചിട്ട് ഒരു ഇംഗ്ലീഷ് സോങ് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പാടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഭയങ്കര സ്വീറ്റായിട്ട് ആ പെൺകുട്ടീനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഇത് കണ്ടിട്ട് ഭയങ്കര ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവളുടെ കണ്ണ് വാതിലിലേക്ക് ഓടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവളുടെ ദൃഷ്ടി വാതിലിൻ്റെ അടുത്തേക്ക് നോക്കുകയാണ്, ഒന്ന് ചിരിച്ചുകൊണ്ട്, അവൻ പാടുന്നത് ആസ്വദിച്ചുകൊണ്ട്. स्टेशन पर चहल पहल बढ़ गई थी. जिस खिड़की के पास वह लड़की बैठी थी वहाँ 2-4 सड़क शॉप मचलने मंडरने लगे थे. ढेर सड़क शॉप हिंदी के कुछ गंदे फिक्रे कसे गए जो लड़की को समझ नहीं आए, पर वह लड़की होने की छठी इंद्री से समझ गई कि उसके कपड़ों पर कुछ कहा गया है. അപ്പോൾ അങ്ങനെ ഇവർ ലാസ്റ്റ് ബോഗിയിലാണ് ഇരുന്നതെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വണ്ടി പോയി ഓരോ സ്റ്റേഷൻ കഴിയും തോറും ആൾക്കാർ കൂടി തുടങ്ങി. അപ്പോൾ ഈ സടക് ചാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ചാപ്പ് എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ്. പക്ഷേ കുറേ ആൾക്കാർ കയറി, പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ പെൺകുട്ടീനെ കാണാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ പെൺകുട്ടീനെ ശ്രദ്ധിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു പെൺകുട്ടി ആയതുകൊണ്ടും പെൺകുട്ടിക്ക് ഇവർ പറയുന്നത് എന്താണ് എന്നും പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവളുടെ ഒരു 7ാം കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ഉൾക്കണ്ണുകൊണ്ട് അവൾക്ക് എന്താ അവർ പറയുന്നതെന്ന് മനസ്സിലായി. അവരെന്താണ് ഇവളുടെ ഡ്രസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. उसने आधी गुली पीठ वाला छोटा सा बड़े गले का नाभि दर्शन टॉप पहना हुआ था. അതായത് അവൾ പകുതി തുറന്ന കുറച്ച് ഇറക്കം കുറവുള്ളൊരു കുഞ്ഞു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അത് ഇട്ടിട്ട് അവളുടെ വയറ് കാണുന്നുണ്ട്. नाभि में चांदी की बाली पहनी हुई थी. बड़ा लड़का उसका असमंजस तुरंत समझ गया. आवेश की हल्की परछाई उसके चेहरे पर आई. उसने उसे बैग में से निकालकर एक लंबी बॉ की शर्ट पकड़ा दी थी. फिर छोटे लड़के को खिसकाकर खिड़की के पास बिठा दिया था. लड़की को बीच में बिठाकर वह उसके एकदम करीब उसके कंधे पर अपने बैग का सहारा देकर बैठ गया. लड़की ने लापरवाही से उसकी दी हुई शर्ट को पहन लिया था, लेकिन बिना बटन लगाए. അപ്പം ഈ പെൺകുട്ടി ചെറിയൊരു ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിൽ വയറ് കാണുന്നുണ്ട്. അവരുടെ കൾച്ചറിനനുസരിച്ചിട്ട് ആ ഡ്രസ്സ് ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡ്രസ്സാണ്. പിന്നെ പോരാത്ത ഇവള് ഒരു വയറിൽ അല്ലെങ്കിൽ പൊക്കിളിൽ എന്താണ് വെള്ളീൻ്റെ ഒരു ബാലി, ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവളെയാണ് നോക്കുന്നത്, ഇല്ലെങ്കിൽ ഇവളുടെ ഡ്രസ്സിനെ കുറിച്ചാണ് ബാക്കിയുള്ളവർ കമൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായിട്ട് ഇവൾക്ക് ഭയങ്കര ടെൻഷനായപ്പോൾ തന്നെ അത് മനസ്സിലാക്കി ഈ ഒരു ആൺകുട്ടി എന്ത് ചെയ്തു, വേഗം ബാഗിൽ നിന്ന് ഒരു ഷർട്ട് എടുത്തിട്ട് ഇവൾക്ക് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് അനിയനെ ഇപ്പുറത്തോട്ട് ഇരുത്തുകയും ചെയ്തു. അങ്ങനെ അവൾ അവൻ്റെ തോളിൽ ചാഞ്ഞ് കിടക്കുകയാണ്. അവൾ ഷർട്ട് ഇട്ടു, പക്ഷെ എന്താണ് ബിന ബട്ടൺ ലഗായി, ബട്ടൺ ഇടാതെ ആ ഷർട്ട്, ആ ടീഷർട്ടിൻ്റെ മേത്ത് കൂടെ ഒരു ഷർട്ട് ഇട്ടു. अब तक ट्रेन से सीटी देती थी. जिन्हें ने इस ट्रेन में चढ़ना था चढ़ गए थे और अपनी अपनी जगह गोजने लगे थे. एक सेकंड क्लास का डब्बा था. मेरे बगल में एक अधेड़ सज्जन आ बैठे थे और उनकी पत्नी भी. അങ്ങനെ ട്രെയിൻ ആ സ്റ്റേഷനിൽ നിന്ന് എടുത്തു. ആരൊക്കെയാണോ ട്രെയിനിൽ കയറേണ്ടത് അവരൊക്കെ കയറി കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ സ്ഥലവും തിരഞ്ഞു എന്നിട്ട് അവർക്ക് ഉള്ള സീറ്റിൽ അവരിരുന്നു. അതൊരു സെക്കൻഡ് ക്ലാസ് ഡബ്ബയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേഷനിൽ ഇവരുടെ ഈ ലേഖികേൻ്റെ അടുത്ത് ഒരു മധ്യവയസ്കനായിട്ടുള്ളൊരു മനുഷ്യനും അവരുടെ വൈഫും വന്ന് ഇരുന്നു. അപ്പോൾ छोटा लड़का एकदम मेरे सामने था. उसे हरा बरमूडा और फूलों की चींट वाली पीली ഷർട്ട് പഹൻ रखी थी. അപ്പോൾ ഈ ചെറിയ ആൺകുട്ടി ഈ ലേഖികേൻ്റെ തൊട്ടടുത്തായി. അവനാണെങ്കിൽ ഒരു ബർമൂഡയും ഒരു നല്ല പൂക്കളുള്ള ഒരു ഷർട്ടുമാണ് ഇട്ടിട്ടുള്ളത്. सामने की कुछ गड्ढे बाल सुनहरे होने की हद तक ब्लीच किए हुए थे. ट्रेन चलते ही इस छोटे लड़के ने वैकमैन की आवाज़ बढ़ा दी थी. इतनी ही मैं तक सुन पा रही थी. एक घना शोर और बीच बीच में किसी
पॉप गायिका की आवाज़। 1 मिनट बाद जब मुझसे शोर सहन नहीं हुआ तो मैंने उसके पास थोड़ा झुककर पूछ ही लिया, मडोना है ना? मैंने सोच वह बाद में छिपे व्यंग्य को समझेगा और आवाज़ धीमी कर देगा। हाँ, उसने कहा. അപ്പോൾ ഈ ട്രെയിന് പോയി കുറച്ച് ആൾക്കാർ ട്രെയിനിലേക്ക് കയറി. നമ്മുടെ ലേഖികേൻ്റെ അടുത്തായിട്ട് ആ ചെറിയ പയ്യൻ ഇരുന്നു. അപ്പോൾ അവൻ ഓൾറെഡി വാക്മാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈ വോളിയത്തിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ കുറച്ചും കൂടെ വോളിയം കൂട്ടി. അപ്പോൾ ഈ ലേഖികയ്ക്ക് അടക്കം നല്ലോണം ഇതിൻ്റെ സൗണ്ട് കേൾക്കായിരുന്നു. കുറച്ച് നേരമൊക്കെ സഹിച്ച് മതിയായപ്പോൾ അതായത് അതിൽ ആരാ പാടുന്നതെന്ന് വരെ ലേഖികയ്ക്ക് നല്ല ക്ലിയർ കട്ടായിട്ട് കേൾക്കായിരുന്നു. അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ട് ലേഖിക ആ കുട്ടിയോട് ചോദിച്ചു, മെഡോണ ഹൈന, മെഡോണയല്ലേ ഈ പാടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ കേട്ടിട്ടോ പുറത്ത് കേൾക്കുന്നുണ്ടല്ലേ സൗണ്ട് എന്ന് വിചാരിച്ചിട്ട് സൗണ്ട് കുറയ്ക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഹാന്ന് അവൻ പറഞ്ഞു. ലഡ്കിനെ സർ ഹിലായ, ബുറാസ മുഹ് ബനായ और कहा, ഷീ ഈസ് നോട്ട് ഫോർ അവർ ജനറേഷൻ, ഹീ ലൈക്ക് ഷക്കീറ ആൻഡ് ബ്രിറ്റ്നി. എന്നിട്ട് ലഡിക്കാണ് തലയാട്ടിയത്. എന്നിട്ട് കുറച്ചിങ്ങനെ മുഖം മാറ്റിയിട്ട് പറയാണ്, ശരിക്കും ആക്ച്വലി അവർ ഞങ്ങളുടെ ജനറേഷന് വേണ്ടിയിട്ട് പാടുന്ന ഒരു ആളല്ല. അവരെന്താണ് കുറച്ചും കൂടെ പഴയ ജനറേഷനാണ് എന്നുള്ള രീതിയിൽ പറയാണ്. मैं साथ लाई किताबों में से कुछ भी नहीं पढ़ पा रही थी. 15 मिनट तक मैं वह कानफूट संगीत सुनती रही. अधेड़ व्यक्ति मेरी परेशानी भांप रहे थे. उन्होंने छोटे लड़के के घुटनों पर तपतपाया. उसने ईयरफोन हटाया और उनकी तरफ चिढ़ हुए अंदाज में देखने लगा. संगीत ईयरफोन में से निकलकर ट्रेन के सरपट संगीत से पूरी टक्कर ले रहा था. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ ലേഖിക കൊണ്ടുവന്ന ഒരു ബുക്കും തന്നെ വായിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു 10-15 മിനിറ്റ് കാൻഫൂഡ് എന്ന് പറഞ്ഞാൽ ചെവി പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള സോങ്ങൊക്കെ ഈ ലേഖിക കേട്ടു. അപ്പം ഈ ലേഖികൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ആ വ്യക്തി നേരത്തെ സ്റ്റേഷനിൽ നിന്ന് കയറിയില്ലേ, അവർ ഈ ആൺകുട്ടീൻ്റെ കാലിലിങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി, കാൽമുട്ടിൻ്റെ അവിടേക്ക് ഒന്ന് തട്ടി. അപ്പോൾ ആ കുട്ടി വാക്മാൻ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഇയർഫോൺ എടുത്തിട്ട് പറയാണ്. എടുത്തപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു സംഗീതം നിർത്താൻ ഒന്ന് പറയണം. അപ്പോഴത്തേനും ആ പാട്ട് മുഴുവൻ ട്രെയിനിൽ നന്നായ ഒച്ചത്തിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. ഫോർ എവർ നാന ഡോ ചക് 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 ടുക്കട്ട് ठडट थू. अगर तुम इतना तेज़ म्यूज़िक सुनाएंगे तुम्हारे कान ख़राब हो जाएगा. अधेड़ सचिन ने विनम्रता से धीरे से कहा. എന്നിട്ട് കാലിൽ തട്ടിയിട്ട് ആ കുട്ടി ഹെഡ്സെറ്റൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ പാട്ട് പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ മധ്യവയസ്കൻ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും വോളിയത്തിൽ നീ പാട്ട് കേട്ടാൽ നിങ്ങളുടെ ഖാൻ ഖറാബ് ഹോ ജായേഗ, ചെവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ എന്ന് പറയണം. लड़के ने सिर हिला दिया, ये संकेत देते हुए कि पहली बात तो वह कुछ सुन नहीं पा रहा है, दूसरे उसे हिंदी नहीं समझ आती. അപ്പോൾ കുട്ടി ഇങ്ങനെ തലയാട്ടി എന്നിട്ട് ആക്ഷൻ കാണിക്കുകയാണ് നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായില്ല എന്ന്. കാരണം ആ കുട്ടിക്ക് ഹിന്ദി അറിയില്ല എന്ന് ആ കുട്ടി ആംഗ്യത്തിലൂടെ കാണിക്കുകയാണ്. उन्होंने थोड़ी तेज आवाज़ में अंग्रेजी में कहा कि if you will listen loud music or hearing will be hammered. അപ്പം ഈ കുട്ടിക്ക് ഒട്ടും ഹിന്ദി അറിയില്ല. അപ്പോൾ ഈ കുട്ടി ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ലൗഡ് മ്യൂസിക് അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ചും കൂടെ സൗണ്ടിൽ പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷിൽ പാട്ട് കേൾക്കുക, ലൗഡ് മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹിയറിംഗ് വിൽ ബി ഡാമേജ്, നിങ്ങളുടെ ആ ഒരു കേൾവി ശക്തി ഡാമേജ് ആവും എന്ന് അദ്ദേഹം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. വാട്ട് ഉസ്നെ തേജ് ആവാസ് മേ പൂച്ച ഓർ വാക്മാൻ ബന്ദ് കർ ദിയ. എന്നിട്ട് ആ കുട്ടി വീണ്ടും എന്ത് എന്ന് ചോദിച്ചിട്ട് വാക്മാൻ ഓഫ് ചെയ്യാണ്. ഹീ ഈസ് സോങ് യു ആർ ഹോട്ട് ടു ruin or hearing. If you will
कंटिन्यू फ्लो म्यूजिक सो लाउड मैं सन्नाटे में जोर से चीख पड़ी. അപ്പോൾ എന്നിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ലേഖിക കുറച്ചും നല്ല ഒച്ചത്തിൽ നിലവിളിച്ചിട്ട് തന്നെ പറയുകയാണ്, ഇങ്ങനെ നീ മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ, ഇതിങ്ങനെ ഇത്രയും വോള്യത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിൻ്റെ ഹിയറിംഗ് ഉള്ളത് കേൾവി ശക്തി ഇല്ലാതാവും എന്ന് ഒച്ചത്തിൽ പറയാണ്. അചാനക് വോ തീനും സോർസെ ഹസ്പടേ. പെട്ടെന്ന് ആ മൂന്നെണ്ണവും ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി, മൂന്ന് പിള്ളേരും. छोटे लड़के ने हंसी रोकते हुए टूटी फूटी हिंदी में गोवन ढंग से कहा अच्छा शुक्रिया. എന്നിട്ട് ചെറിയ ആൺകുട്ടി ഭയങ്കര ചിരിച്ചിരിച്ചിട്ട് ആ ചിരി നിർത്തിയിട്ട് അറിയാവുന്ന ഹിന്ദിയിൽ ഒരു ഗോവൻ ടങ്കിൽ ആ ഒരു കൊങ്കിണിയും ഇംഗ്ലീഷും ഒക്കെ ചേർന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലിൽ അച്ഛാ ശുക്രിയ എന്ന് പറഞ്ഞു. ഓ താങ്ക് യു എന്ന് പറഞ്ഞു. और ईयरफोन्स को गले से लटका लिया और वैकमैन बरमूडा की लंबी लटकती जेब में डाल दिया जिसने वो और लटक गई. എന്നിട്ട് ഹെഡ്സെറ്റ് കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടു. എന്നിട്ട് വാക്മാൻ അവൻ്റെ ബർമൂഡയിൽ, നീളമുള്ള ആ ബർമൂഡൻ്റെ പോക്കറ്റിൽ വെച്ചു. मैं छेप कर उठ खड़ी हुई और हैंड टॉवल लेकर बाथरूम जाने का उपक्रम करने लगी. मेरे मुड़ते ही आवाज़ आई, हाउ फकिंग कंसर्न द ओल्डीज हैव. आवाज़ लड़की की थी. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം ആ ലേഖിക ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹാൻഡ് ടവൽ എടുത്ത് എണീറ്റ് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും തിരിഞ്ഞപ്പോഴത്തേനും ആ ഒരു പെൺകുട്ടി പറയാണ്, വാട്ട് ഫക്കിൻ കൺസേൺ ദ ഓൾഡീസ് ഹാവ്. എന്ത് വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ് ഈ ഓൾഡ് ലേഡീസിനുള്ളത്, അല്ലെങ്കിൽ ഓൾഡ് ജനറേഷന് എന്ത് ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ എന്ത് മനോഭാവമാണ് അല്ലേ അവർക്കുള്ളത് എന്ന് പറഞ്ഞു. അത് ആ സൗണ്ട് ആ പെൺകുട്ടിൻ്റെ ആയിരുന്നു. അത് ഈ ലേഖിക കേൾക്കുകയും ചെയ്തു, നന്നായിട്ട് കേട്ടു. ഷട്ടപ്പ് ലിസ ഷീ ഈസ് റൈറ്റ്. ഗംഭീർ ആവാസ് ബഡേ ലड़की की थी. അപ്പോൾ ഈ വലിയ ആൺകുട്ടി പറഞ്ഞു, ഷട്ടപ്പ് ലിസ, മിണ്ടാതിരിക്കി, ഷീ ഈസ് റൈറ്റ്, അവർ പറഞ്ഞത് കറക്റ്റാണ് എന്ന് വലിയ ആൺകുട്ടി പറഞ്ഞു. मैं बाथरूम से लौटी तो बड़ा लड़का टर्बनर का सेंटर स्प्रेड देख रहा था. लड़की भी सा चुकी थी. बीच बीच में बड़े लड़के की धीमी आवाज़ में की गई किसी टिप्पणी पर वह उसके बाल खींच देती या पीठ पर मुक्का समा देती. वह अथेट सचिन और उनकी पत्नी अब मेरी और सहानुभूति के साथ मुखातिब थे. अपनी आपसी परिचय से पता चला कि वो डॉक्टर है, उसकी पत्नी अध्यापिക. അങ്ങനെ ഇവർ ഈ ലേഖിക ബാത്റൂമിൽ നിന്ന് വന്നു. അപ്പോൾ ഈ കുട്ടികൾ ഓരോ മൂവീസും ഒക്കെ കാണുകയാണ്. ടർബനറിൽ സെൻറ്റർ സ്പ്രെഡ് എന്ന് പറയുന്ന മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയും അവരുടെ കൂടെ എന്താണ് തലയും ചേർത്തി പിടിച്ച് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പതിഞ്ഞ സ്വരത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുപോലെ എന്താണ് മുടിയിൽ അവൻ്റെ മുടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേഖികൻ്റെ ഈ ഒരു മാനസികാവസ്ഥ കണ്ടിട്ട് നേരത്തെ കയറിയ ആ സജ്ജനും ഒരു മധ്യവയസ്കനും അവരുടെ ഭാര്യയ്ക്കും ഭയങ്കര സഹാനുഭൂതി ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംസാരത്തിലൂടെ അല്ലെങ്കിൽ ആ പരിചയത്തിലൂടെ ഈ ലേഖികയ്ക്ക് മനസ്സിലായി അദ്ദേഹം ഒരു ഡോക്ടറാണെന്നും അവരുടെ കൂടെയുള്ള അവരുടെ വൈഫ് ഒരു ടീച്ചറാണെന്നും അവർക്ക് മനസ്സിലായി. ये हाल है हमारे देश की युवा पीढ़ी का, डॉक्टर साहब कह रहे थे. दिन पर दिन बदतमीज होते जा रहे हैं. संस्कार बचे ही नहीं. उनकी पत्नी ने अपने में मशगूल उस युवा स्त्री को घूरकर देखकर कहा. അപ്പോൾ ഈ ഡോക്ടർ പറയാണ്, ഇതാണ് നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളുടെ അവസ്ഥ എന്ന് ഡോക്ടർ പറയാണ്. എന്നിട്ട് അപ്പോൾ അതിന് മറുപടി ആയിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് പത്നി പറയാണ്, ഓരോ ദിവസവും എന്താണ് ഈ കുട്ടികളുടെ തെമ്മാടിത്തരം കൂടി വരികയാണ്. കൾച്ചർ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ ബാക്കിയില്ല. നമ്മുടെ ഒരു കൾച്ചർ അത് അവർ പിന്തുടരുന്നത് തന്നെ ഇല്ല. എന്നിട്ട് ആ ഒരു ലേഡീനെ, ആ പെൺകുട്ടീനെ ഗുർക്കർ ദേക്കർ ഇങ്ങനെ തുറപ്പിച്ച് നോക്കിക്കൊണ്ട്
ഇല്ലെങ്കിൽ തുറച്ചു നോക്കിക്കൊണ്ട് പറയാണ് സംസ്കാരം കൾച്ചർ എന്ന് പറയുന്നത് ഒരു ലെവലേശം പോലും ഈ പെൺപിള്ളേർക്ക് ഇല്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന് ഇല്ല എന്ന് പറയാണ്. छोटा लड़का थोड़ा झुका और प्रतिक्रिया में उसने अपने खान तक ऊंच चढ़ गए बरमूडा को नीचे खींच लिया और खिड़की के बाहर देखने लगा. ഇത് കേട്ടു എന്ന് നമ്മുടെ ചെറിയ ആൺകുട്ടി ഇത് കേട്ടു എന്ന രീതിയിൽ അവൻ വേഗം അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് കേൾക്കാത്ത രീതിയിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. हमारी भी गलती है, हमारा पास समय कहाँ है जो इन्हें संस्कारों का पाठ पढ़ाए, मैंने ठंडी सांस लेकर कहा. അപ്പോൾ പക്ഷേ ഞാനൊരു തണുത്ത സ്വരത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു തണുത്തൊരു ശ്വാസം എടുത്തിട്ട് പറയാണ്, നമ്മുടെയിലും തെറ്റുണ്ട്. കാരണം നമുക്ക് എവിടെയാണ് സമയം, ഇവർക്ക് കൾച്ചർ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമയം നമുക്ക് എവിടെയാണ് എന്ന് നമ്മുടെ ലേഖിക പറയാണ്. देखने में तो मिडिल क्लास लग रहे हैं पर फैशन और रहन सहन देखो, ये क्रिश्चियन तो होते ही ऐसे हैं, देख रही है ना कितनी बेशर्मी से गंदी गंदी किताबें देख रहे हैं. സോറി, നേരത്തെ അവർ മൂവി അല്ല, ഒരു ടോപ്പ് നെയർ എന്ന് പറയുന്നത് ഒരു മാഗസിനാണ്. അതിൽ ഒരു പേജാണ്, അതാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ പത്നി പറയാണ്, നോക്ക്, കണ്ടാൽ അവരൊരു മിഡിൽ ക്ലാസ് പോലെയാണ് തോന്നുന്നത്, പക്ഷെ അവരുടെ ഫാഷനും ജീവിത രീതിയൊക്കെ കണ്ടാലോ ഇത് ഈ ക്രിസ്ത്യൻസ് മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. കണ്ടില്ലേ, ഒരു നാണവും ഇല്ലാതെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ഗന്തി ഗന്തി കിതാബേ ദേഖ് രഹേ ഹേ, എത്ര വൃത്തികെട്ട പുസ്തകങ്ങളാണ് ഇവർ വായിക്കുന്നത്. ബഡേ ബൂട്ടിക്ക ലിഹാജ് ഹി നഹി ഹേ, വലിയവരെന്നോ വയസ്സായവർ അടുത്തിരിക്കുന്നുണ്ടെന്നോ ഒന്നും യാതൊരു ശ്രദ്ധയും ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, വലിയവരടുത്തിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ യാതൊരു ബോധവും ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഗണനയും അവർ നൽകുന്നില്ല എന്ന് ഡോക്ടറിൻ്റെ ഭാര്യ പറയാണ്.